ടോപ്കാപ്പി പാലസിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. ഇസ്താൻബൂളിലെ ടോപ്കാപ്പി പാലസിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. യൂനക് അഥവാ ഷണ്ണരാക്കപ്പെട്ട അടിമകൾ സൂക്ഷിപ്പുകാരായി ഉണ്ടായിരുന്ന പാലസിലെ മനോഹരമായ ഹാരം, പിന്നെ ഏബ്രഹാം, മോശ, ദാവീദ്, സ്നാപക യോഹന്നാൻ, മുഹമ്മദ് നബി എന്നിവരുടെയൊക്കെ തിരുശേഷിപ്പുകൾ അഥവാ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അങ്ങനെ കാഴ്ചകൾ ഒട്ടനവധിയാണ്. ഞാൻ സിബി മരുതൂർ. എൻ്റെ ഈ ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ഈ പുറകുവശത്ത് കാണുന്നതാണ് ടോപ്കാപ്പി പാലസിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിന് ശേഷമാണ് ഇത് പണിയുന്നത്. ബൈ ദി ഓർഡർ ഓഫ് മുഹമ്മദ് കോൺകറർ. നമുക്കിവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം, അതാണ് ഗോൾഡൻ ഹോൺ അല്ലെങ്കിൽ ബോസ്ഫറസ് കടലെടുക്കുക എന്നൊക്കെ പറയുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഈ ടോപ്കാപ്പി പാലസ് നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള, ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. AD 330 റോമൻ എംപറർ കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റ് ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥാപിക്കുന്നത്. പിന്നീട് AD 395 റോമൻ എംപയർ വെസ്റ്റേൺ, ഈസ്റ്റേൺ എന്നിങ്ങനെ 2 റീജിയൻസായി വിഭജിക്കപ്പെട്ടപ്പോൾ ബൈസന്റൈൻ എന്നറിയപ്പെട്ട ഈസ്റ്റേൺ റീജിയൻ്റെ ആസ്ഥാനമായി മാറി കോൺസ്റ്റാന്റിനോപ്പിൾ. AD 476 ഒക്കെ ആയപ്പോഴേക്ക് വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നടിഞ്ഞു. എന്നാൽ ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ ബൈസന്റൈൻ സാമ്രാജ്യം ജസ്റ്റീനിയൻ ഒന്നാമൻ്റെ കാലമൊക്കെ ആയപ്പോഴേക്ക് കൂടുതൽ കരുത്താർജിച്ചു. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് റോഡ് എന്ന നിലയ്ക്ക് കൊമേഴ്ഷ്യലായും സ്ട്രാറ്റജിക്കായിട്ടുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അതുകൊണ്ട് തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 1000-ലധികം വർഷങ്ങൾ അതിന് ആർക്കും സാധിച്ചില്ല. അവസാനം 1453 ഓട്ടോമൻ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് രണ്ടാമൻ വലിയ പ്ലാനിങ്ങും ഒരുക്കങ്ങൾക്കും ഒക്കെ ശേഷം 100,000-ഓളം വരുന്ന പടയാളികളുമായി വന്ന് ഈ നഗരം കീഴടക്കിയായിരുന്നു. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പാരമ്പര്യം ഇസ്ലാമിക പാരമ്പര്യത്തിന് വഴിമാറുകയും ചെയ്തു. ഇതൊക്കെയാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ചരിത്രം. അങ്ങനെ കോട്ടയ്ക്ക് പുറത്തുള്ള ഈ പ്രധാന തെരുവിലൂടെ നടന്ന് ഈ കോട്ടയുടെയും കൊട്ടാരത്തിൻ്റെയും ഒക്കെ ചില ചരിത്ര പശ്ചാത്തലമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇനിയിപ്പോൾ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്ന് അവിടെയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കാര്യമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു പാത അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇത് ചെന്നെത്തുന്നത് മറ്റൊരു കവാടത്തിൻ്റെ അടുക്കലാണ്. ആ കവാടവും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടോപ്കാപ്പി പാലസിനുള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ടോപ്കാപ്പി പാലസ് കാണാൻ വരുന്നവർ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹാരം എന്ന് പറയുന്ന ഏരിയയുടെ കാഴ്ചകളാണ്. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഹാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടോമൻ ചക്രവർത്തിമാരുടെയും കുടുംബത്തിൻ്റെയൊക്കെ സ്വകാര്യ ഇടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെയാണ് ഒട്ടോമൻ ചക്രവർത്തിമാരുടെ ഭാര്യമാരും പിന്നെ അവരുടെ കോൺകുബൈൻസ് അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ ഒരു അന്തഃപുരം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഹാരം. അപ്പം ഹാരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്കാപ്പി പാലസിലെ ഏറ്റവും മനോഹരമായ ഇടങ്ങൾ അവിടെയാണ്. അവിടെയുള്ള ടൈൽ വർക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒട്ടോമൻ വാസ്തുശില്പ ശൈലിയുടെ ഒരു നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ടോപ്കാപ്പി പാലസ് കാണാൻ വരുമ്പോൾ ഹാരം കാണാനായിട്ട് മറക്കരുതെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ടോപ്കാപ്പി പാലസിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഗേറ്റിൻ്റെ സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര പ്രൗഢഗംഭീരമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതെന്നുള്ളത്. ഇതിലെ ആർട്ട് വർക്കുകളായാലും പെയിൻറ്റിങ്ങുകളായാലും ഒക്കെ എത്ര സൂക്ഷ്മമായിട്ടും മനോഹരമായിട്ടുമാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. സുലൈമാൻ ദി മാഗ്നിഫിസൻ്റ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഓട്ടോമൻ സുൽത്താൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹുറം സുൽത്താൻ്റെയും കഥകൾ അറിയാത്തൊരു ചുരുക്കമായിരിക്കും. കാരണം എത്രയോ മൂവികളിലായാലും സീരീസുകളിലായാലും അവരുടെ കഥകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അലക്സാണ്ട്ര എന്ന പേരിൽ യുക്രൈനിൽ ജീവിച്ചിരുന്ന മിടുക്കിയായ ക്രിസ്ത്യൻ പെൺകുട്ടി സ്ലേവായി ടോപ്കാപ്പി പാലസിൽ എത്തപ്പെടുന്നതും പിന്നീട് സുലൈമാൻ്റെ ജീവിതസഖിയായി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ചരിത്രത്തിൽ ഇടം നേടുന്നതുമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമാണ് ഹാരം. ഹാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ വലിയ ഡോർമിറ്ററിയാണ്.
ഇതിൻ്റെ വാതിലുകളൊക്കെ നോക്കുക, ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ് സംഭവം. 2 ലെവലുകളായിട്ട് വിശാലമായിട്ടുള്ള ഒരിടമാണ് ഈ ഡോർമെട്രി. ഇവിടേക്ക് നോക്കുമ്പോൾ ഇവിടെ ആ ഒട്ടോമൻ കാലത്തെ വേഷവിധാനത്തിൽ ഇതിലെ ഒരു അന്തേവാസിയുടെ റിപ്ലിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് യൂനെക്സ്. യൂനെക്സ് എന്ന് പറഞ്ഞാൽ കാസ്ട്രേറ്റഡ് ആയിട്ടുള്ള അഥവാ ഷണ്ണന്മാരാക്കപ്പെട്ട മനുഷ്യർ. പ്രധാനമായിട്ടും ഈ ആഫ്രിക്കയിൽ നിന്നും പിന്നെ അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ അന്ന് ഈ അടിമക്കച്ചവടക്കാർ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വിൽക്കുകയായിരുന്നു ഇവരെ. അപ്പോൾ അത് കറുത്തവരും വെളുത്തവരും ഒക്കെ ആയിട്ടുള്ള യൂനെക്സുകൾ ഉണ്ടായിരുന്നു. സുൽത്താൻ അല്ലാതെ കൊട്ടാരത്തിലെ മറ്റാർക്കും ഈ ഹാരത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാരമിലെ ദാസിമാരെയും സുൽത്താൻ്റെ പത്നിമാരെയും അതുപോലെയുള്ള മറ്റ് അന്തേവാസികളെയൊക്കെ സംരക്ഷിക്കാനായിട്ടായിരുന്നു ഈ യൂനെക്സുകളെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള ഈ യൂനിക്സുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു താമസ സ്ഥലമായിട്ടാണ് ഈ വിശാലമായ ഡോർമെട്രി നിർമ്മിക്കപ്പെട്ടത്. ഡോർമെട്രിയിൽ എവിടേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാം അടിപൊളി ഡെക്കറേറ്റീവ് വർക്ക്സ് കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ വോൾ ടൈലുകൾ തന്നെ നോക്കുക, എത്ര ഹൈ ക്വാളിറ്റി സെറാമിക് ടൈലുകളാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒട്ടും നിറമങ്ങാതെ നിൽക്കുകയാണ്. ഡോർമെട്രിയുടെ പുറത്തേക്ക് വരുമ്പോൾ ഈ വോളിൽ ഗോൾഡൻ പെയിൻറ്റിൽ കുറേ ഇൻസ്ക്രിപ്ഷൻസ് കാണാം. ഖുറാൻ സൂക്തങ്ങളും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന യൂനിക്സുകളെ പ്രകീർത്തിച്ചുള്ള കുറേ ലിഖിതങ്ങളും ഒക്കെയാണ്. ഡോർമെട്രിക്ക് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. യൂനക്സുകളും മറ്റ് ദാസിമാരും ഒക്കെ നിസ്കരിച്ചിരുന്ന ഇവിടെയാണ്. അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മസ്ജിദായിരുന്നു ഇത്. ഇവിടേക്ക് നടക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് അബ്ലൂഷനേറിയാണ്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച സംവിധാനമാണ്. എന്നിട്ടും എത്ര മനോഹരമായിരിക്കുന്നത് നോക്കുക. മനോഹരമായ മാർബിൾ വർക്കുകളും വെള്ളം പുറത്തേക്ക് പോകാത്ത തരത്തിൽ ഡ്രെയിനേജും ഒക്കെയായി അടിപൊളിയാണ് സംഭവം. മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഫയർ പ്ലേസ് ആണ്. അന്നത്തെ തണുപ്പ് കാലത്ത് ചൂട് കിട്ടാനായിട്ടൊക്കെ ഉപകരിച്ചിരുന്നതാണ്. ഇവിടെ മറ്റൊരു യൂനിക്കിൻ്റെ റിപ്ലിക്ക കാണാം. കയ്യിലൊരു വാട്ടർ ജഗ്ഗും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന അന്തേവാസികളുടെ പാദശുദ്ധിക്കും ഒക്കെ ആയിട്ടായിരിക്കാം ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു പൈപ്പ് റൂമാണ്. ഹൈ റാങ്കിലുള്ള യൂനിക്സുകൾക്ക് ഹുക്ക വലിക്കാനായിട്ട് ഒരുക്കിയിരുന്ന ഇടമാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുടെയും പിന്നെ ഹുക്കയ്ക്ക് വേണ്ടതായിട്ടുള്ള കനലൊക്കെ ഒരുക്കുന്ന ഒരാളുടെയും റിപ്ലിക്ക ഇവിടെ കാണാം. യൂനെക്സുകൾക്ക് വേണ്ടിയുള്ള ശുചിമുറികളും മറ്റുമാണ് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. എല്ലാ ഫെസിലിറ്റികളും ഉണ്ടെന്നുള്ളതാണ്. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ എവിടെ നോക്കിയാലും കാണാം. ഹാരമിൻ്റെ ഫസ്റ്റ് സെക്ഷനായ യൂനെക്സുകളുടെ കോർട്ട്യാർഡ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഈ കാണുന്ന വലിയ റൂമാണ് ചീഫ് യൂനക്കിൻ്റെ ഓഫീസ്. ഹാരമിലെ എല്ലാ യൂനെക്സുകളുടെയും ഹെഡായിട്ടുള്ള അദ്ദേഹമായിരുന്നു ഹാരത്തിൻ്റെ പ്രധാന അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ ഹാരത്തിൻ്റെ ഭരണനിർവഹണമൊക്കെ ഈ ഹെഡ് ഓഫ് ദി സ്ലേവ് അല്ലെങ്കിൽ ഹെഡ് യൂനക്ക് നടത്തിയിരുന്നത്. വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു പദവിയായിരുന്നു ഈ ഹെഡ് ഓഫ് യൂനക്ക് എന്ന് പറയുന്നത്. പറയുമ്പോൾ ഹെഡ് സ്ലേവ് ആണെങ്കിലും കൊട്ടാരത്തിൽ അവർക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി നടന്നു ചെല്ലുന്നത് ഈ ഹാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഹാരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു നിർമ്മിതി ഇവിടെ നോക്കിയാൽ കാണാം. ഒരു ടവർ. ഈ ടവറിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഈ ടവറിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെയാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ടൈലുകളുടെ വർക്കൊക്കെ സെറാമിക് ടൈലുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ ഏറ്റവും വില കൂടിയ ടൈലുകളൊക്കെ ആയിരിക്കണം ഇതൊക്കെ. അതുപോലെ ഇവിടെയൊക്കെയുള്ള ഇൻസ്ക്രിപ്ഷൻസ്, അപ്പോൾ അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് കാണാം. അതുപോലെ ഇതിൻ്റെയൊക്കെ വാതിലുകളൊക്കെ ഓരോ വാതിലുകളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആൾ പൊക്കത്തിലൊക്കെയുള്ള കാരിരുമ്പ് കൊണ്ടുള്ള വാതിലുകളൊക്കെയാണ്. മുഹമ്മദ് ദി കോൺകറർ എന്ന് പറയുന്നയാളാണ് ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നത്. ഈ ഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പിന്നീട് പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നടന്ന് ചെല്ലുമ്പോൾ ഈ എൻട്രൻസ് കയറി അവിടെ ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ ഉള്ള വാതിലുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കബേർഡുകൾ കാണാൻ സാധിക്കും, അലമാരകൾ. ഇതൊക്കെ അന്നുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്തായിരുന്നു സൂക്ഷിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ, അതായത് നമ്മളുടെ മക്ക, മദീന അവിടെ നിന്നൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ്, ആ ഡോക്യുമെൻറ്റ്സൊക്കെ സംരക്ഷിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ ഹാരത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് ഇനി നമ്മൾ പോകാനിരിക്കുന്നേ ഉള്ളൂ. അതാണ് ഇവിടെ കണ്ടില്ല എത്ര ബ്യൂട്ടിഫുള്ളായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് ഈ ഹാരത്തിൻ്റെ പ്രധാന ഭാഗം, പ്രധാന കവാടം.
രാജ്ഞിമാരും ദാസിമാരും ഒക്കെ ജീവിച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്, ഈ കെട്ടിനുള്ളിലാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് മറ്റുള്ള കാഴ്ചകളൊക്കെ, ഇവിടെയൊക്കെ ഒരു ടൂർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോവാം. ഇപ്പോൾ ഹാരത്തിൻ്റെ ഈ പ്രധാന കവാടം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ഇവിടെ ഈ ഭിത്തികളിൽ കുറേ വലിയ തളികകൾ, ട്രേകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, കണ്ടോ, വലിയ ട്രേ ആണ്. ഈ ട്രേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹാരത്തിനുള്ളിലെ അന്തേവാസികൾക്ക് ഈ വലിയ ട്രേകളിലായിരുന്നു ഭക്ഷണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അപ്പോൾ അത് തന്നെ എത്ര ലാർജ് സ്കെയിലിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ വലിയ ഈ തളികകളിലാണ് പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ചുമന്നുകൊണ്ടാണ് ഇതിലെ അന്തേവാസികളൊക്കെ അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് അന്തഃപുരത്തിൻ്റെ ഉൾവശങ്ങളാണ്. എത്ര പ്രൗഢഗംഭീരമാണെന്ന് കാണാം, ഉണ്ടല്ലേ. ഇത് ഫയർ പ്ലേസ് ആണ്. സുൽത്താൻമാർക്ക് വേണ്ടിയൊക്കെയുള്ള ഫയർ പ്ലേസുകൾ ഈ അന്തഃപുരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഫയർ പ്ലേസുകളും ഒക്കെയാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് അന്തഃപുരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോം. ഈ ഭാഗം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ എന്താ പറയുന്ന ആഡംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭയങ്കരമാണെന്നുള്ളത് നമ്മൾ കാണാം. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഈ ഹാരത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ തീർച്ചയായിട്ടും സുൽത്താൻ്റെ അമ്മ തന്നെയാണ്. സുൽത്താൻ്റെ അമ്മ അല്ലെങ്കിൽ സുൽത്താൻമാരുടെ അമ്മമാർ അവരുടെ ഭാഗമായിട്ടാണ്, അവരുടെ അന്തഃപുരത്തിലെ അവരുടെ ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അത് എത്ര ആഡംബരപൂർണമായിട്ടാണ് ഇത് നിർമ്മിച്ചിരുന്നതെന്ന് നോക്കിയാൽ കാണാം. ഇതിലുള്ള പെയിൻറ്റിങ്ങുകളും മകുടത്തിലൊക്കെയുള്ള ഈ ഡോമിലൊക്കെയുള്ള വർക്കുകളുമൊക്കെ. സുൽത്താൻമാരുടെ അമ്മമാരെ വിളിച്ചിരുന്ന വാലിദേ സുൽത്താൻ എന്നാണ്. അന്തഃപുരത്തിൽ അവരുടെ ഭാഗമാണ് ഇത്. ഏറ്റവും മനോഹരമായ, ഹാരത്തിലെ ഏറ്റവും മനോഹരമായ അന്തഃപുരത്തിൻ്റെ ഭാഗം കണ്ടില്ലേ. ഇതിലൊക്കെ ഉള്ള ഈ വാതിലുകൾ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അതിലൊക്കെയുള്ള പണികളും ഇതിലൊക്കെ എന്താ പറയുന്ന പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടൊക്കെയാണ് ഈ സംഭവങ്ങൾ ഇതെല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. ഈ വാതിലുകളൊക്കെ, ഇവിടെയുള്ള വാതിലുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടാണ്. പളുങ്ക് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, കണ്ടില്ലേ. അപ്പം ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വാലിദേ സുൽത്താൻ്റെ ഹമാം, അതായത് അവരുടെ കുളിമുറി. വാലിദേ സുൽത്താൻ്റെ കുളിമുറിയാണിത്, കണ്ടില്ലേ, വാലിദേ സുൽത്താൻസ് ഹമാം. അപ്പോൾ ഇവിടെ ഈ വാലിദേ സുൽത്താൻ്റെ അല്ലെങ്കിൽ അമ്മമാരുടെ ശൗചാലയമാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് സുൽത്താൻ്റെ അമ്മ അവരുപയോഗിച്ചിരുന്ന, കുളിമുറിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ടൈൽ വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മനോഹരമാണെന്നുള്ളത് നോക്കിയാൽ അല്ലേ. അപ്പോൾ ഇത് മുഴുവൻ യഥാർത്ഥത്തിൽ ഈ സുൽത്താൻ്റെ അമ്മയുടെ കുളിപ്പുരകളാണ് ആക്ച്വലി. അതുതന്നെ എത്ര ഭാഗങ്ങളായിട്ടാണെന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എല്ലാം മുകളിൽ നിന്ന് സൂര്യപ്രകാശം യഥേഷ്ടം വരത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെയാണ് അന്നേ ഉള്ളത്. ഈ കുളിപ്പുരയുടെ ഒരു പ്രധാന ഏരിയയിലേക്കാണ് നമ്മളിനിയും പോകുന്നത്. അമേസിങ് അല്ലേ, എത്ര മനോഹരമായിട്ടാണ്. അവിടെയൊക്കെ പഴയ പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചിത്രപ്പണികളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാലത്തെ ബാത്ത് ടബൊക്കെ കാണാം, കണ്ടില്ലേ. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മാത്രമല്ല ബാത്ത് ടബുകളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ. എത്ര സെക്ഷൻസ് ആയിട്ടാണ് ഈ അന്നത്തെ കാലത്ത് ഈ ബാത്റൂമുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആകർഷണീയമായി തോന്നുന്ന ഈ വാതിലുകളിലൊക്കെ പണികളൊക്കെയാണ്. റോയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, അല്ലേ. ഈ ടൈലുകളും ഒക്കെ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഈ വാതിലുകളിലെ ചിത്രപ്പണികളൊക്കെ സ്വർണ്ണ നിറങ്ങളുള്ള, ഇവിടെയൊക്കെയുള്ള ഫ്ലവേഴ്സും ഒക്കെ അതെല്ലാം ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്.
അതുപോലെ ഈ വാതിലുകളൊക്കെ അലമാരകളുടെയൊക്കെ വാതിലുകളും ഒക്കെ നല്ല പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരുന്നത്. സുൽത്താൻസ് ഹമാം. അപ്പോൾ സുൽത്താന് വേണ്ടിയുള്ള ബാത്റൂംസ് അതൊക്കെയാണ്. തീർച്ചയായിട്ടും എത്ര പ്രൗഢഗംഭീരമാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ? ഇത് ഇവിടെയായിരുന്നു സുൽത്താന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരുന്ന കുളിപ്പുരകളാണ്. ഒരു കുളിപ്പുര പോലും ഒരു സുൽത്താൻമാരുടെയൊക്കെ കാലഘട്ടത്തിൽ എത്ര പ്രൗഢഗംഭീരമായിരുന്നു എന്നുള്ളത് കണ്ടിരിക്കേണ്ടതാണ്. വലിയൊരു ഏറിയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള എന്താ പറയുന്ന സംവിധാനങ്ങൾ, ഒരു വലിയൊരു ബാത്ത് ഒക്കെയാണ്. ഇവിടെയൊക്കെ എല്ലാം സൂര്യപ്രകാശം യഥേഷ്ടം വരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. കണ്ടില്ലേ? ആഡംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കൊട്ടാരത്തിലെ സുൽത്താൻമാരുടെ മക്കളും അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും സുൽത്താനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതരമായിട്ടുള്ള ചടങ്ങുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മദിനമായിട്ടുള്ള ബന്ധപ്പെട്ട ചടങ്ങുകളോ അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്ന സമയത്ത് സുൽത്താൻ എഴുന്നള്ളി ഇരുന്നിരുന്ന ഭാഗമാണ് ഇത്. ഇവിടെയാണ് സുൽത്താൻ വന്ന് എഴുന്നള്ളി ഇരിക്കുക. ഇവിടെ ഈ ചടങ്ങുകളൊക്കെ നടക്കും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഈ മേൽഭാഗത്തായിട്ട് നോക്കുമ്പോൾ ഈ കാണുന്ന ഈ ഏറിയ ബാൽക്കണി, ഈ ബാൽക്കണിയിലാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ദാസിമാരൊക്കെ വന്നിരുന്ന് സംഗീതത്തിലൊക്കെ പ്രാവീണ്യമുള്ള ഇവരൊക്കെ വന്നിരുന്ന് സംഗീത ഉപകരണങ്ങളൊക്കെ വായിച്ചിരുന്നത്. ഭാരതത്തിൻ്റെ കാഴ്ചകൾ കണ്ടാലും തീരുന്നില്ല, മതി വരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് മുറാദ് മൂന്നാമൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ചേംബർ. ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹം പ്രധാന വ്യക്തികളെയൊക്കെ സ്വീകരിച്ചിരുന്നത്, അവരെ കണ്ടിരുന്നവരെ മീറ്റ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഒരു ഡോമും ഒക്കെ മനോഹരമായ ഒരു ഡോമൊക്കെയാണ്. വളരെ ഉയരത്തിലാണിത്. ഉണ്ടല്ലേ? ഈ ഡോം വളരെ ഉയരത്തിലാണ്. അതിലുള്ള വർക്കുകളുമൊക്കെ അതിമനോഹരം, അതിഗംഭീരമാണ്. ഉണ്ടല്ലേ? ഫയർ പ്ലേസ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ എത്ര മനോഹരമായിട്ടുള്ള, എത്ര ഗംഭീരമായിട്ടുള്ള ഫയർ പ്ലേസുകളൊക്കെയാണ്. അതിൻ്റെ ഒരു ചിമ്മിനി അങ്ങ് മുകളിലേക്കുണ്ടാവാം. അപ്പോൾ ഇതിലാണ്, ഇതുപോലെയുള്ള ഭാഗങ്ങളിലാണ് സുൽത്താനും പ്രധാന വ്യക്തികളുമൊക്കെ ഇരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങി വരുന്ന ഈ ഭാഗം ഒരു വലിയൊരു കോർട്ട്യാർഡാണ്. തീർച്ചയായും സുൽത്താൻമാർക്ക് ഒരുപാട് ദാസിമാരുണ്ടായിരിക്കും, കോൺക്യുബൈൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അവരെ എല്ലാവർക്കും സുൽത്താൻ്റെ കിടപ്പറ പങ്കിടുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. അതിൽ പ്രത്യേകമായി സെലക്ട് ചെയ്യപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ മാത്രമായിരിക്കും സുൽത്താൻ്റെ സമീപത്തേക്ക് എത്താനുള്ള ഒരു അവസരം തന്നെ അവർക്ക് കിട്ടുക. ഒരുപാട് ദാസിമാരുണ്ടെങ്കിലും എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടില്ല. അപ്പം ഈ സുൽത്താൻമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പലതരം ഗുണങ്ങളുള്ളവരും ഒക്കെയാണ്, പല വിശേഷതകളും ഉള്ള പലരുമായിരിക്കും. അത് പ്രത്യേകിച്ച് പല സാമ്രാജ്യങ്ങളൊക്കെ കീഴടക്കുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നവരാണ് അതിൽ പലരും. അപ്പം അവരെയൊക്കെ താമസിപ്പിക്കാനായിട്ട് ഉള്ള പ്രത്യേകമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ്. ഇത് കാണുമ്പോഴേ അറിയാം അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് അത് അന്നത്തെ കാലത്ത് പണി കഴിപ്പിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സുൽത്താൻമാർ അവരുടെ ദാസിമാർക്കൊക്കെ കൊടുത്തിരുന്ന ഒരു പരിഗണന, തിരഞ്ഞെടുക്കപ്പെട്ടവരായുള്ള ദാസിമാർക്കൊക്കെ കൊടുത്തിരുന്ന പരിഗണന, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരുന്ന സൗകര്യങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്ര ഗംഭീരമായിട്ടാണ്. ഇന്ന് തന്നെ ഈ ആധുനിക കാലത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ വിശേഷകരമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകൾ കണ്ട. ഇവിടുത്തെ ഈ വർക്കുകളൊക്കെ നോക്കിയാൽ കാണാം. ഇത്ര മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. വലിയ തടി കൊണ്ടുള്ള ജനൽപ്പാളികളും ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു കോർട്ട്യാർഡ്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ താഴെ നമുക്ക് ആ ബോസ്ഫറസ് ഗോൾഡൻ ഹോൺ
എന്നൊക്കെ പറയുന്ന ഏരിയ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഗലാറ്റ ടവറും കാണാം. അങ്ങ് ദൂരെയായിട്ട് അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുകയായിരിക്കാം, അതുകൊണ്ട് അതൊക്കെ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാരത്തിലെ ഒരു മസ്ജിദാണ്. നേരത്തെ നമ്മളൊരു മസ്ജിദ് കണ്ടു, പക്ഷേ ഈ മസ്ജിദ് സുൽത്താൻ്റെ അമ്മയ്ക്കും പെൺമക്കൾക്കും ഒക്കെ മാത്രമായിട്ടുള്ള ഒരു മസ്ജിദാണ്. അവർക്ക് യാതൊരു കാരണവശാലും പുറത്തു പോകേണ്ട കാര്യമില്ല. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു മസ്ജിദ് ഇവിടെയുണ്ട് ഈ ഹാരത്തിനകത്ത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഈ മസ്ജിദിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഈ ഭാഗത്താണ് അവർ നിസ്കരിക്കാനും ഒക്കെയായിട്ട് വന്നിരുന്നത്. ഈ പാത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ സുൽത്താന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺകുബൈൻ അവരെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ സുൽത്താൻ്റെ കിടക്കറയിലേക്ക് പോകുന്ന ഒരു നടപ്പാതയാണ്, ഒരു ഗോൾഡൻ പാത്ത്. ഇതുവഴിയാണ് അവരെ ആനയിച്ച് ഈ സുൽത്താൻ്റെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ ആ കാലഘട്ടത്തിലെ സുൽത്താന്മാരുടെ കാലഘട്ടത്തിലെ വലിയ കഥകളും എപ്പിസോഡുകൾ പറയാൻ തക്ക കാര്യങ്ങളൊക്കെയാണ് സുൽത്താന്മാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗോൾഡൻ പാത്ത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട കോൺകുബൈൻസിനെ സുൽത്താൻ്റെ കിടക്കറയിലേക്ക് ഇതുവഴിയാണ് കൊണ്ടുപോയിരുന്നത്. ഹാരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഏകദേശം തീർന്നു. ഇനിയും ടോപ്കാപ്പി പാലസിൻ്റെ മറ്റുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹാരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇതോടുകൂടി പൂർണ്ണമായിരിക്കുകയാണ്. ഹാരത്തിൽ നിന്നിറങ്ങി വിശാലമായ ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഹാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നമുക്കുള്ളത് ഒരു പ്രധാന ഭാഗമെന്ന് പറയുന്നത് ഈ സുൽത്താൻ പുറം രാജ്യത്തു നിന്നൊക്കെയുള്ള അംബാസഡേഴ്സൊക്കെ വരുമ്പോൾ അവരെയൊക്കെ സ്വീകരിക്കാനായിട്ടൊരു പ്രത്യേക ഭാഗമുണ്ട്. ഓഡിയൻസ് ഹാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിലാണ് സുൽത്താൻ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ദൂതന്മാരെയൊക്കെ സ്വീകരിച്ചിരുന്നത്. ഈ ഹോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും അതിന് യോജിക്കുന്ന തരത്തിലുള്ള പ്രൗഢതയൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇരുന്നാണ് സുൽത്താൻ ഈ പുറം രാജ്യത്തു നിന്നൊക്കെയുള്ള മറ്റു ഭാഗത്തു നിന്നൊക്കെയുള്ള ദൂതന്മാരെയൊക്കെ സ്വീകരിച്ചിരുന്നു. ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് പോവാം. ഇതൊക്കെ വലിയ ഗ്രാനൈറ്റ് തൂണുകളൊക്കെയാണ്, കണ്ടല്ലേ. കാലപ്പഴക്കം കൊണ്ട് ചില കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് ഒറ്റക്കല്ല് തന്നെയാണ്. മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ആയിട്ടുള്ള വലിയ തൂണുകളൊക്കെയാണ് ഈ സൗധങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്നത്. ഇതൊക്കെ ശരിക്കും മാർബിൾ കൊണ്ട് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള മന്ദിരങ്ങളൊക്കെയാണ്, കണ്ടില്ലേ. ഇതൊക്കെയാണ് ടോപ്കാപ്പി പാലസിൻ്റെ കാഴ്ചകൾ. ടോപ്കാപ്പി പാലസിലെ മറ്റൊരു പ്രധാന ഇടമാണ് ഹോളി റെലിക്സ്. പ്രവാചകനായ മുഹമ്മദുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹോളി റെലിക്സ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടമാണ് ടോപ്കാപ്പി പാലസ്. എന്തൊക്കെ റെലിക്സ് ഇതിനുള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇൻവെന്ററിയാണ്. കബയിൽ നിന്നും എടുത്തിട്ടുള്ള സ്റ്റോൺസിന്റെ ഒക്കെ പാർട്ടുകളൊക്കെയാണ്. മോശയുടെ അംശവഴി ബൈബിളിൽ പറയുന്ന പഴയ കഥകളിൽ, ബൈബിൾ കഥകളിലുള്ള മോശയുടെ അംശവഴി. ഇത് യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാന്റെ തലയോട്ടിയുടെയും കൈയുടെ ഭാഗത്തിന്റെ ആയിട്ടുള്ള അസ്ഥിയുടെയും ഒക്കെ റെലിക്സ് ആണ്. ഈ തങ്ക കവചങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തലയോട്ടിയുടെ ഭാഗം റിലിക്സ് ആയി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ള ഐതിഹ്യം, ഇത് അബ്രഹാം ഉപയോഗിച്ചിരുന്ന ഒരു കൽപാത്രമാണ് എന്നുള്ളതാണ് ഈ പാത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം. അത് ഇവിടെ ഒരു റിലിക്സായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകം റിലിക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ദാവീദിന്റെ വാളുകൾ,
ആണ് എന്നാണ് ഇതിന്റെ പുറകിലുള്ള ഐതിഹ്യം. ഇത് പ്രോഫറ്റ് മുഹമ്മദിന്റെ ഫുട് പ്രിന്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു റിലിക്സും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രോഫറ്റ് മുഹമ്മദിന്റെ കൈയെഴുത്ത് പ്രതി എന്ന് കരുതപ്പെടുന്ന ചില പഴയ ലിഖിതങ്ങൾ ഒക്കെ ഇവിടെ കാണാം. പ്രോഫറ്റ് മുഹമ്മദിന്റെ ആയുധങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ടോപ്കാപ്പി പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം. അതായത് ഈ ബോസ്ഫറസ് കടലിടുക്കിൻ്റെ, ഗൾഫ് ഓഫ് ബോസ്ഫറസിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? ഒരുപാട് പടക്കപ്പലുകൾ ഒക്കെ ആ കാലഘട്ടത്ത് ഇതുവഴിയൊക്കെ കടന്നു വന്നിരിക്കാം. ടൂറിസ്റ്റുകളൊക്കെ നിരനിരയായി ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് മത്സരിക്കുന്ന കാഴ്ചയും കാണാം. Before I do that, I better new contact. So, do you know his number off the head? No, that's what I'm saying to you. I don't have his number. ടോപ്കാപ്പി പാലസിന്റെ കാഴ്ചകൾ കണ്ടാലും മതി വരില്ല. ഒരു ദിവസം മുഴുവൻ എടുത്താലും തീരാത്തത്ര കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ കുറേ കാഴ്ചകളുണ്ട്. ഹാരത്തിൻ്റെയാണ് കൂടുതൽ നമ്മൾ കവർ ചെയ്തത്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ ടോപ്കാപ്പി പാലസിനുണ്ട്. പക്ഷേ ഇന്നത്തേക്ക് കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഇസ്താൻബുളിൻ്റെ മറ്റുള്ള പല കാഴ്ചകളും മിസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോവുകയാണ്. ഇനി അപ്പം അടുത്ത കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.